അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ടു ഫ്ലാഷ് ന്യൂസ്. ചർച്ചയിലേക്ക് കടക്കാം. മതം, ലിബറലിസം, മനുഷ്യ ജീവിതത്തിനേതാണ് ഉത്തമം എന്ന പ്രസക്തമായ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദ റിലീജിയൻ എന്ന ഇംഗ്ലീഷ് വാക്കിനർത്ഥം മനുഷ്യനെ ഒന്നിപ്പിക്കുക. ലാറ്റിൻ പദമായ റിലീജിയോ എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വലിയ ആശയമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. മനുഷ്യനെ ഒരു പൂരകമായി നിൽക്കുന്നു മതം എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു. അതോടൊപ്പം പുതിയ കാലഘട്ടത്ത് നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 2018 ആർട്ടിക്കിൾ 377 നിരസിച്ചുകൊണ്ട് ആൺ പെൺ എന്നതിലുപരി ഗേ അല്ലെങ്കിൽ LGBTQ എന്ന ഒരു ആശയത്തിലേക്ക് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇവിടെ മനുഷ്യനിക്ക് ഏതാണ് ഉത്തമം, മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി മതമാണോ അല്ലെങ്കിൽ ലിബറലിസമാണോ, ഏത് രീതിയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്, ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് എങ്ങനെ മനുഷ്യനെ വാർത്തെടുക്കുന്നു അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനോട് എങ്ങനെ യോജിപ്പിക്കുന്നു എന്നതിലേക്ക് ആണ് നമ്മുടെ ചർച്ച പോകുന്നത്. നമ്മോടൊപ്പം ചേരുന്നു മതപണ്ഡിതനും എഴുത്തുകാരനും വാഗ്മിയുമായ സാലിം മഞ്ചേരി. അതുപോലെ തന്നെ ലിബറൽ ആശയങ്ങളിലെ വ്യക്തതകൾ നൽകാൻ വേണ്ടി നമ്മോടൊപ്പം ചേരുന്നത് അസ്ലം കിച്ചേരി. അതുപോലെ തന്നെ സാമൂഹിക ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ താങ്കളുടെ പേരെന്ന് പറയാം, മുർഷിദ്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. എനിക്ക് അസ്ലം കിച്ചേരിയോടാണ് ലിബറലിസം എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തതയിലേക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം? ലിബറലിസം എന്ന് പറയുന്നത് പുതിയ കാഴ്ചപ്പാടുകളെയും നിരീക്ഷണങ്ങളെയും സ്വീകരിക്കുക എന്നുള്ളതാണ്. 16-17 നൂറ്റാണ്ട് ജ്ഞാനോദയ കാലഘട്ടം അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന 16-17 നൂറ്റാണ്ടിലാണ് ലിബറലിസവും ഉടലെടുക്കുന്നത്. അടിസ്ഥാനപരമായി ലിബറലിസം എന്ന് പറയുന്നത് വ്യക്തി സ്വതന്ത്രമായി സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും മതത്തിൻ്റെയും നിക്ഷിപ്ത താല്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സ്വതന്ത്രമായി ചിന്തിക്കുന്നതോടൊപ്പം അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള സ്റ്റേറ്റ് ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെയാണ് ലിബറൽ സംഘം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതി എന്ന് പറയുന്നത്. പൂർണ്ണമായും മതത്തെ തീർത്തും മാറ്റി നിർത്തുന്നു എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. നമുക്കറിയാം, ക്രിസ്തു മതത്തിൽ സെൻറ്റ് പോൾ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു വ്യക്തി ക്രിസ്തു മതത്തിലെ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തി, എന്നിട്ട് മതാചാരത്തെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ലിബറൽ ആശയം എന്ന് പറയുന്നത്. മതത്തെ തീർത്തും മാറ്റി നിർത്തണം എന്നല്ല, സമൂഹത്തെ തീർത്തും മാറ്റി നിർത്തണം എന്നല്ല, മതത്തിലും സമൂഹത്തിലുമുള്ള അസ്വാതന്ത്ര്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യം ലഭിക്കാത്ത വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്തതുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മതം കാരണം മനുഷ്യന് വരുന്ന വിലങ്ങ് തടിയെ നമുക്ക് സ്വതന്ത്രമാക്കി കൊടുക്കാം എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും താങ്കളിലേക്ക് വരുമ്പോൾ, ഒരു മതപണ്ഡിതൻ എന്ന നിലയ്ക്ക് മനുഷ്യ ജീവിതത്തിൽ മതം എത്ര സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ മതം അനിവാര്യമാകുന്നത് എപ്പോഴാണ്? തീർച്ചയായും നമ്മൾ മനുഷ്യൻ്റെ ഒരു ജീവിതശൈലി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ, ഒരു മനുഷ്യന് യഥാർത്ഥ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മതത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടായിരിക്കും. കാരണം ഒരു മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവും ദേഹവും കൂടിയതാണ് മനുഷ്യനെന്ന് പറയുന്നത്, ഭൗതിക ശരീരം മാത്രം ഉൾപ്പെട്ടതല്ല. അപ്പോൾ ഒരുപാട് ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിയമങ്ങളും മറ്റും ഇസ്ലാമിലും അതുപോലെ തന്നെ മറ്റു മതങ്ങളും ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ഘട്ടങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും ഓരോ മതം ആ മനുഷ്യനെങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം, മനുഷ്യനെങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ആ സുരക്ഷാ നിയമങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ തെറ്റിലേക്കോ അല്ല വേണ്ടാത്ത പ്രവർത്തികളിലേക്കോ പോകുന്നൊരു നിയമങ്ങളും
മതം അനുവർത്തിക്കുന്നില്ല. മറിച്ച് മനുഷ്യൻ്റെ നല്ല ജീവിതത്തിനും നല്ല വിജയത്തിനും ആവശ്യമായ കാരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് മതം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യനെ എങ്ങനെ ജീവിക്കണം, നന്നായി ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പങ്ക് മതം വഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യനിക്ക് ആത്മനിയന്ത്രണം ആവശ്യമാണ്, അത് നൽകുന്നത് മതമാണ് എന്ന രീതിയിലാണ് താങ്കൾ വാദിക്കുന്നത്. ഇരിക്കട്ടെ, ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എങ്ങനെ നമുക്കിതിനെ കാണാം? കാരണം സമൂഹത്തിൽ പുതിയ ചിന്താഗതികൾ, അല്ലെങ്കിൽ 2018 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ അത്തരത്തിലുള്ള ഒരു ഭേദഗതി നിയമത്തിൽ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരണമെങ്കിൽ പുതിയ കാലഘട്ടത്ത് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം സ്വീകാര്യമാകുന്നുണ്ട് എന്നതിനെയാണ് നാം ചൂണ്ടിക്കാണിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മതം ഏത് രീതിയിലാണ് മനുഷ്യനെ സ്വതന്ത്രമല്ലാതാക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ എന്താണ്? മതം മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നില്ല. ഇപ്പോൾ മതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്ലാം മതം എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ ഒരു ചട്ടക്കൂടിൽ ഒതുക്കി നിർത്തുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ എല്ലാവരും മതത്തെക്കുറിച്ച് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു നിയമങ്ങളുള്ള ഒരു പരിധിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളെല്ലാം മാറ്റുകയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ? സ്ത്രീകൾക്കൊരു സുരക്ഷിതമല്ലേ ഇസ്ലാം കാഴ്ചവെക്കുന്നത്? ഒരിക്കലും അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഇസ്ലാം പറയുന്നില്ലല്ലോ. സുരക്ഷിതത്വമാണ്. പക്ഷേ എന്തായാലും ഈ പൊതുനിരത്തിലേക്കൊന്നും സ്ത്രീകളെ ഇറക്കാതെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്നത്, ഇപ്പം രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ സംവരണം സ്ത്രീകൾക്ക് അടുത്ത കാലത്തൊക്കെ നമുക്ക് വളരെയേറെ കണ്ടുവരുന്നതാണ് സംവരണം എന്ന സംവിധാനങ്ങളൊക്കെ സ്ത്രീകൾക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിൽ വലിയൊരു വസ്തുതയുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? മതത്തിനെതിരെ മതം ഒരു മനുഷ്യനെ വിലങ്ങുതടിയാകുന്നത് സംരക്ഷിക്കപ്പെടുന്നത്, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാദമെന്ന് പറയുന്നത് സ്ത്രീകളെ, പ്രത്യേകിച്ചും ഇസ്ലാം മതമെന്ന് പറയുന്നത് സ്ത്രീകളെ പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്, പൊതുവേദികളിൽ നിന്നും മറ്റുള്ള ചുറ്റുപാടുകളിൽ നിന്നൊക്കെ. ഈ ലിബറലിസത്തിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മതത്തിന് വരമ്പുകളുണ്ട് എന്നതാണ്. ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും അതിന് നിശ്ചിതമായ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലേ അതെന്ത് ചെയ്യുള്ളൂ, ഭംഗിയാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു നോട്ട് ബുക്ക് എടുത്ത് എഴുതുന്ന സമയത്ത് നിശ്ചിതമായ ലൈൻ വരച്ച് എഴുതുകയാണെങ്കിൽ അത് പ്രത്യേക ഭംഗിയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഫുട്ബോൾ കളി എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഒരു നിശ്ചിത അതിർവരമ്പുകൾക്കുള്ളിൽ കളിക്കുമ്പോൾ മാത്രമാണ് അതൊരു ഭംഗിയുള്ള കളിയായി തീരുന്നത്. ആ വരമ്പുകൾ വിട്ടത് കടക്കുമ്പോൾ അത് നിയമലംഘനമാകാം, പ്രശ്നങ്ങളാകാം, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അത്രയും മതം ചെയ്യുന്നുള്ളൂ. ഒരു മനുഷ്യൻ എങ്ങനെ ഭംഗിയായി വൃത്തിയായി ജീവിക്കണം, അതിന് വേണ്ട വരമ്പുകളാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത്. ആ അതിർവരമ്പുകൾ ലിബറലിസം എങ്ങനെ നോക്കി കാണുന്നു? കാരണം ഇസ്ലാം പറയുന്നത് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോ സംവിധാനത്തിനും അതിൻ്റെതായ അതിർവരമ്പുകൾ വേണമെന്നുള്ളതാണ്. അതിനെ തച്ചുടക്കാൻ വേണ്ടിയാണോ ലിബറൽ വാദം? ലിബറൽ വാദം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹാം പ്രിൻസിപ്പിൾസ്, അതായത് ഒരു വ്യക്തിക്ക്, സമൂഹത്തിലുള്ള മറ്റൊരു വ്യക്തിക്ക് ഒരു പ്രശ്നവും സംഭവിക്കാത്ത രൂപത്തിൽ മറ്റൊരാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, എന്തൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റുമോ അതിലേക്ക് ചിന്തയെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ അടിസ്ഥാനപരമായ മൂല്യം. രണ്ടാമത്തത് സന്തോഷ സിദ്ധാന്തങ്ങളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അവൻ ചെറിയ കാലഘട്ടം, താങ്കൾ പറഞ്ഞു വരുമ്പോൾ ഈ സന്തോഷങ്ങളും ഇതൊക്കെ മതത്തിൽ ഇല്ല എന്നാണോ? സന്തോഷങ്ങൾ മതത്തിൽ ഇല്ല എന്നല്ല, അതിൽ വരമ്പുകൾ ലഭിക്കുന്ന സമയത്ത് പൂർണ്ണമായ ആത്മസന്തോഷം, ആത്മനിർവൃതി ലഭിക്കുന്നില്ല എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മൂന്നാമത്തെ പോയിന്റ്, സ്വയം ഉടമസ്ഥാവകാശം. ഒരു വ്യക്തിക്ക് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സ്റ്റേറ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് 3 സ്വതന്ത്ര ചിന്തയുടെ അല്ലെങ്കിൽ ലിബറൽ വാദങ്ങളുടെ. ഞാൻ പറഞ്ഞു വരുന്നത് ജ്ഞാനോദയ കാലഘട്ടത്തിലാണ് ലിബറലിസം കടന്നു വരുന്നത്. 16-17 ലഭിക്കണം. ഞാൻ 3 പോയിന്റിൽ ഒതുക്കി. അതൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. മനുഷ്യന് അവൻ്റെ സ്വയം ഇഷ്ടപ്രകാരം സ്വയം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യനും മറ്റു ജീവികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സമൂഹത്തിൽ കാണപ്പെടുന്ന എല്ലാ ജീവികളും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ആ ജീവികളും മനുഷ്യനും പിന്നെ എന്ത് വ്യത്യാസമാണ് അവിടെ കാണപ്പെടുന്നത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മതങ്ങൾ സമാധാനവും സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് ഞാൻ ചെറിയ കണക്കുകൾ പറയാം.
ക്രൂസൈഡ്സ് 1095 മുതൽ 1291 വരെ 2 നൂറ്റാണ്ട് കാലഘട്ടം മതവാദികളായ ക്രിസ്ത്യൻസും ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നു. ഗുജറാത്ത് കലാപം നടക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ കലാപങ്ങൾ, മതം ഒരു സംഘർഷജടിലമായ ഒരു വ്യത്യസ്ത നിലപാടിലേക്ക് പോകുന്നു. മതത്തിൽ എവിടെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുക? ഒരു യുദ്ധങ്ങൾ മാത്രമാണുള്ളത്. ഇത് കണക്കുകളാണ്. തീർച്ചയായിട്ടും മതങ്ങൾ തീവ്രവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലേക്കാണ് അസ്ലം കീച്ചേരി നമ്മോട് സംസാരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നു? കാരണം മതമാണ് തീവ്രവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം മതത്തിൻ്റെ ആശയങ്ങൾ അത്ര കണ്ട് നമുക്ക് സുസ്ഥിരമായ ഒരു സംവിധാനമാണ് മതമെന്ന് പറയുന്നത്. പരിശുദ്ധമായ നമുക്ക് പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതമാണെങ്കിൽ മനുഷ്യന് സമാധാനം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മതങ്ങൾ ഇല്ലാത്ത രാഷ്ട്രങ്ങളിൽ സംഘർഷ സാധ്യതകൾ അതേപോലെ തന്നെ യുദ്ധ സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ലോ. ചൈനയെ കുറിച്ച് പറയുകയാണെങ്കിൽ തെളിയിക്കണം, നിരീക്ഷണാത്മകമായിട്ട് തെളിയിക്കണം. ചൈനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധ്യമല്ല. അത് മാർക്സിസമാണ്, അത് ലിബറലാണ്. മാർക്സിസം അവിടെയാണ് പ്രശ്നം. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ഈ ആശയത്തെ കൊണ്ടുവരുന്നു എന്നതിലല്ലോ. ലിബറലും പൂരകങ്ങളാണെന്ന് പറയേണ്ടി വരും. അത് അധികാര ശ്രേണിയാണ്. പക്ഷേ ഇത് സ്റ്റേറ്റ് നൽകുന്ന ഇരിക്കട്ടെ. അത്തരത്തിലുള്ള നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം, ഏകദേശം 8 വർഷത്തോളമായി മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലിബറൽ സംവിധാനം നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണല്ലോ, ലിബറൽ ചിന്താഗതിയോടുകൂടിയാണെങ്കിൽ മാർക്സിസം എന്ന് പറയുന്നതും ലിബറൽ എന്ന് പറയുന്നതും 2 പൂരകങ്ങളാണെന്ന്. നമ്മുടെ കേരളത്തെ അതെങ്ങനെ ബാധിച്ചിരിക്കുന്നു? സമൂഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് മാർക്സിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ ലിബറലിലേക്ക് കൂപ്പുകുത്തിരിക്കുകയാണ്. കാരണം വോട്ടിൻ്റെ ആ സമയത്ത് മാത്രം മതങ്ങളെല്ലാം മുറുകെ പിടിക്കുകയും അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ലിബറൽ ചിന്തകളോടും ട്രാൻസിനോടും ഒരു അകമ്പ കാണിക്കുകയാണ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ലിംഗസമത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഇടത് ആഭിമുഖ്യത്തിലുള്ള PTA കമ്മിറ്റി ഇറക്കി ബാലുശ്ശേരി ഗേൾസ് സ്കൂളിൽ എല്ലാവർക്കും ഒരു കാര്യം കൂടി ഞാൻ പറയണം. ബാലുശ്ശേരിയിലെ ഗേൾസ് സ്കൂളിൽ എല്ലാവർക്കും ഒരേപോലെ ഗേൾസ് സ്കൂളിൽ ന്യൂട്രൽ ജെൻഡർ ഒരേ വസ്ത്രം ധരിക്കുക. പക്ഷേ ആ സമയത്ത് അവിടെ വിദ്യാർത്ഥികളുടെ സമത്വമോ അല്ലെങ്കിൽ സ്ത്രീ സമത്വമോ അല്ല നോക്കുന്നത്. അവിടെ നോക്കുന്നത് ആണും പെണ്ണും ഒരേ വസ്ത്രം സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. ആർട്ടിക്കിൾ 14 സമത്വം, നിയമത്തിന് മുമ്പിൽ തുല്യത അവകാശം. ആർട്ടിക്കിൾ 19 സ്വതന്ത്ര കൂട്ടായ്മകളുടെ അവകാശം. ആർട്ടിക്കിൾ 21 മുതൽ 25, 28 വരെയുള്ള മതമില്ലാതെ ജീവിക്കാനുള്ള അവകാശം. നമുക്കറിയാം അവസാനമായിട്ട് 2018 നവക് ജോഹൻ കേസ് LGBTQ, അതിൽ ഗേ ആയിട്ട് ഇദ്ദേഹം ഗേ ആണെന്ന് പറയുന്നത്. 377 2 ലിംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഭരണഘടന പറയുന്നത്. ആർട്ടിക്കിൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 2018 സപ്പോർട്ടാക്കി ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയും വന്നിട്ടുണ്ട്. അതായത് ലിബറൽ ചിന്താഗതിക്ക് ലോകത്ത് മുഴുവൻ നമുക്ക് അവസാനിപ്പിക്കാം. LGBTQ എന്നത് പ്രധാനമായിട്ടും അത് വളരെ വിഡിത്തമായ ഒരു ആശയം തന്നെയാണ്. എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. മതപരമായിട്ട് ഈ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ കാണുന്നു? മതം എന്താണ് പറയുന്നത്? കാരണം മനുഷ്യൻ എന്നുള്ളൊരു ലിംഗവ്യത്യാസത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. ആ എതിർലിംഗത്തോട് ഒരു ലിംഗത്തിന് എതിർലിംഗത്തിനോടാണെന്ത് വികാരങ്ങളും മറ്റും തോന്നേണ്ടത്. അത്തരത്തിൽ നിന്നുള്ള മതത്തിന്റെ ആശയം മനുഷ്യനല്ലാത്ത മനുഷ്യേതര ജീവികളെ കുറിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആശയം വളരെ പ്രസക്തമാണ്. കാരണം നിർമ്മിച്ചിരിക്കുന്നത് എതിർലിംഗത്തോടുള്ള അട്രാക്ഷനോട് കൂടിയാണ്. പക്ഷേ അത് സ്വതന്ത്ര ചിന്താഗതികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ലിബറൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ചെറിയ ആളുകളല്ല. ജോൺ സ്റ്റുവർട്ട്സ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്ക്, ജീവൻ സ്വത്ത് ഒരു മിനിറ്റ് അത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആഡം സ്മിത്ത് ലിബറൽ സാമ്പത്തിക ചിന്തകനാണ്. ഇമാനുവൽ കാന്ത് ജർമ്മൻ തത്വചിന്തകരാണ്. അദ്ദേഹം പറയുന്നത് സ്വയം നിയന്ത്രണം മനുഷ്യർക്ക് നൽകണം എന്നുള്ളതാണ്.
അതേപോലെ ഫ്രിഡ്സ് ഹാക്ക് ഓസ്ട്രിയൻ ബ്രിട്ടീഷ് ചിന്തകനാണ്. ഇവരൊക്കെ ചെറിയ ആളുകളല്ല, സമൂഹത്തിൽ വലിയ ചിന്തകളും അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളാണ്. ഇവരാണ് ലിബറൽ ആശയങ്ങൾ പറയുന്നത്. ഇതൊരിക്കലും ഒരു മതത്തിനും എതിരായി മുഴുവനും എതിർത്തുകൊണ്ടല്ല ഈ ഒരു ആധുനിക സിറ്റുവേഷനിൽ കാണുന്നത് പോലെ ലിബറൽ വാദം എന്ന് പറയുന്നത് സ്വതന്ത്രപരമായി ഒരു സ്റ്റേറ്റിൻ്റെ കീഴിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ കീഴിൽ 4 ഹോം പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു രാഷ്ട്രത്തിന് കീഴിൽ കൃത്യമായ പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും ജനങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ലിബറലിസം എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാൻ. തീർച്ചയായിട്ടും പറയും. ഇക്കാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ കാലത്തിലെ കണക്കുകളാണ് പറയുന്നത്. ഇക്കാലത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം അവിടെയുള്ള ഭരണാധികാരികൾ തന്നെ മഴവില്ല് ആകാശത്ത് മാത്രം മതി എന്നാണ് പറയുന്നത്. കാരണം രണ്ട് ആൺ പെണ്ണ് എന്ന് അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനുഷ്യനെ മതമെന്ന് പറയുന്നതും ലിബറൽ എന്ന് പറയുന്നതും ഒരുപോലെ നല്ല വശങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് വിവേകത്തോടുകൂടി ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യനാകുന്നത് എന്ന് നമുക്ക് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാം. വൈൻഡപ്പ്. താങ്ക് യു.